ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹോം ടൂറിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതാണ് നമ്മൾ പറയപ്പെട്ട സ്വപ്നഭവൻ എന്ന് പറയുന്ന ഞങ്ങളുടെ റൂം. അപ്പോൾ ഹോം ടൂർ ആയാലോ? അതെ, ഈ കാണുന്ന 2 അയലുകൾ എൻ്റെ അമ്മക്ക് ഭയങ്കര നിർബന്ധം കേട്ടോ. ബിക്കോസ് ഇതിലാണ് എൻ്റെ അമ്മ എന്തെങ്കിലും വെയിലുണ്ടാകുന്ന സമയത്ത് ഡ്രസ്സൊക്കെ തോരിടല്. ഇപ്പം വെയിലില്ലല്ലോ, മഴയാണല്ലോ. അതുകൊണ്ട് എൻ്റെ അമ്മ റൂമിലും ഹാളിലും അതേപോലെ കാർപോർച്ചിലൊക്കെയാണ് തോരിടലല്ലേ. പിന്നെ ഇത് നമ്മൾ കിണർ, ശുദ്ധമായ വാട്ടറാണ് ഇതിലുള്ളത്. ശുദ്ധമല്ലാത്ത വാട്ടർ കിണറുണ്ടാവില്ല. 2-3 റിങ് കൂടെ മഴ കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ കിണർ നിറഞ്ഞു തുളുമ്പും. പിന്നെ ഇത് റംബൂട്ടാൻ മരത്തിലെല്ലാം മഴ എന്താ ഇങ്ങനെ നമ്മളെ റംബൂട്ടാനൊക്കെ പൊയ്ക്കണേ. പൊക്കാത്ത റംബൂട്ടാൻ തന്നിലാണ് ഇപ്പം നമ്മൾ ഏകദേശം പണി. ഇതാണ് നമ്മളെ കാർ പോർച്ചിൽ കാറില്ലാത്തതാണെന്നാണ് നമ്മളെ കാർ പോർച്ചിൻ്റെ മെയിൻ. ഇവിടെ നമ്മൾ കാറ് നിർത്തിയിടില്ല, കാർ വേറെടുത്താണ് നിർത്തിയിടില്ല. ഇവിടെ ചെടികളുണ്ടാവും, പിന്നെ ഉണങ്ങാത്ത ഡ്രസ്സുകൾ, അതായത് തിരുമ്പിയ ഡ്രസ്സുകളുണ്ടല്ലോ അതുണ്ടാവും. നമ്മൾ അറബ് വണ്ടി ഉണ്ടാവും, കുറേ ചാക്ക്, അയൽ, ചെവിരി, മടൽ, ചിരട്ട, പിന്നെ കുറേ പലക, കുറേ വിറക്, കുറേ വേസ്റ്റ്, പിന്നെ എവിടെയും കുറേ പ്ലാന്റ്. പിന്നെ ഇതിൻ്റെ മേലെ ഏസിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ കാർ പോർച്ചിൻ്റെ ഹോം ടൂറാണ് തീരും, കാരണം അത്രത്തോളം സാധനങ്ങളുണ്ട്. പിന്നെ ആ കരിഞ്ഞ് നിൽക്കുന്ന പുക പോലുള്ള കെട്ടിടാണ് പുകപ്പര. നമുക്ക് റബ്ബറുണ്ട്, അപ്പോൾ റബ്ബറിൽ ഇതില്ലേ ഷീറ്റ്, അത് പോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് പുകപ്പര എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഫ്രണ്ടിലാണ് നമ്മൾ കാറ് നിർത്തിയിട്ടില്ല. പിന്നുള്ളൊരു കാറ് നമ്മൾ മുറ്റത്താണ് നിർത്തിയിട്ടില്ല. അത് വെയിലൊക്കെ കൊള്ളും. ബിക്കോസ് കാർ പോർച്ചിൽ വണ്ടി നിർത്തലില്ല, എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, കാർ പോർച്ചിൽ നിർത്തലില്ല. പിന്നെ ഈ റെയിൻ കോട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയതാണ്, ഇത്രയും കാലം ഉള്ളിലെന്ന്. ഇപ്പം മഴയാണല്ലോ. ഈ കാണുന്നതാണ് നമ്മൾ ഷൂറാക്ക്. ഇതിൽ പകുതി ചെരുപ്പുകൾ, അതായത് നമ്മളിപ്പോൾ ഇടുന്ന ചെരുപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ അവനവൻ്റെ റൂമിൽ കബോർഡിലും പിന്നെ നമ്മൾ ജനൽക്കാണ് പൊതുവെ കാണാറുള്ളത്. ഇതാണ് നമ്മൾ സെക്കൻഡ് കാർ പോർച്ച് ആക്കുന്നത്. പക്ഷേ ഇതിൽ ഉമ്മ എന്ത് ചെയ്തു, ഉമ്മമാൻ്റെ ചെവിരികളും ഉമ്മാൻ്റെ അതേപോലെ ചെടികളൊക്കെ നിറച്ചിട്ട് ഉമ്മ എന്ത് ചെയ്തു, ഇതും ഉമ്മാനെ ഗാർഡൻ ഏരിയ ആക്കി. മുറ്റം മുഴുവൻ ഉമ്മക്ക് ചെടികൾ വെക്കാനുള്ളതാണ്. എന്നിട്ട് കാനലാണെന്ന് പറയും ചെയ്യും. പിന്നെ നമ്മൾ പാട്ട് എവിടെയും തൂക്കാമല്ലോ, അതുകൊണ്ട് മുരിങ്ങ മരത്തിൻ്റെ കൊമ്പമേനെ തൂക്കിക്കണത്, അതൊരു ഹാക്കാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ല ലെഫ്റ്റ് കാല് വെച്ചിട്ട് എന്ത് ചെയ്യാം, വീടിൻ്റെ ഉള്ളിൽ കയറാം. ഏറ്റവും ഞങ്ങൾ വീട്ടിൽ വൃത്തിയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് സിറ്റ് ഔട്ടാണ്. ഇവിടെയാണ് കുറച്ചേലും വൃത്തിയുള്ളത്. ഇവിടെ ഉപ്പാക്ക് ഇരിക്കാനുള്ള ചെയറും ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ചെയറാണ്. പിന്നെ ഈ പത്രം എന്തിനു വേണ്ടി തിളക്കണ സാമ്പാറാണ്, അത് ഇമ്മിപ്പം വായിക്കണേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഐഷുമിൽ യാഷൊക്കെ തോണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി തുഴയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് ഉപയോഗിക്കാറുണ്ട്. അല്ലാത്ത പക്ഷേ ഇത് ഉപയോഗിക്കാറില്ല. ഇതാണ് നമ്മളെ മെയിൻ ഏരിയ, ഡൈനിങ് ഹാൾ അഥവാ ഹാൾ എന്നൊക്കെ പറയും. ഇപ്പോൾ കുറേ ഫാഷനാക്കിയിട്ട് ലിവിങ് ഹാൾ എന്നൊക്കെ പറയലുണ്ട്. എനിവേ ഇതാണ് നമ്മൾ ആ സംഭവം എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡിലൊരു ടേബിളുണ്ട്, ഇതിലാണ് എല്ലാം. അയൺ ജെല്ലി നമ്മളിതിലാണ് നമ്മൾ ബാക്കി ഡ്രസ്സുകൾ വെക്കൽ, അയൺ ബോക്സ് വെക്കൽ. പിന്നെ ഇതിൻ്റെ അടിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അത് 3 കൊട്ടകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ എൻ്റെ ഏട്ടന്മാർ ജനിച്ചിട്ടുള്ള പഴയ ഡ്രസ്സുകൾ, ഞങ്ങൾ പൊതിഞ്ഞിട്ടുള്ള തുണികൾ, പിന്നെ ഞങ്ങൾ അന്നത്തെ സാധനങ്ങൾ, അതൊക്കെ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ സാധനങ്ങളാണ് അതിൽ മെയിനായിട്ടില്ല. പിന്നെ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലൊരു സംഭവമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒളിഞ്ഞ് കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനലാണ്. ഇവിടെ വൈഫൈ ഇതാ ചെരിഞ്ഞ് നിൽക്കുന്നത്, വെറുതെ അല്ല ഇതിന് റേഞ്ച് ഇട്ടത്. പിന്നെ പഴയ ഷൂകൾ, പിന്നെ ഉമ്മാൻ്റെ ഗുളിക, ഉപ്പാൻ്റെ ഗുളിക, അങ്ങനെ എല്ലാ സാധനങ്ങളും പൂത്തി വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മൾ ഉമ്മാൻ്റെ റൂം അഥവാ എൻ്റെ റൂം ഇതല്ല, എൻ്റെ റൂം മുകളിലാണ്. പക്ഷെ ഞാൻ എൻ്റെ ഉമ്മാനത്താണ് കിടക്കൽ. ഇതാണ് നമ്മൾ കബോർഡ്. ഇതിൽ ഞാൻ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ LKG UKG പോയ മുതൽ ഇതുവരെയുള്ള എല്ലാ ആക്സസറീസും, അന്ന് ഉപയോഗിച്ച പൗഡറും എല്ലാം ഉണ്ട്. പിന്നെ ഉപ്പ് ഉപയോഗിക്കുന്ന മേക്കപ്പുകളും അങ്ങനെ സംഭവങ്ങളും, ഉമ്മാൻ്റെ ഡയറി, ഉമ്മാൻ്റെ കുടുംബശ്രീൻ്റെ ബുക്ക്, ഉമ്മാൻ്റെ മറ്റേ ബുക്ക്, കേബിളിൻ്റെ ബുക്ക്, മറ്റേ റേഷൻ കാർഡൊക്കെ അതിലാണുള്ളത്. ഈ മേലെ കിടക്കണ ബെഡും പിന്നെ വേറെ ബെഡ് കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ കിടക്കലുള്ളത്. പിന്നെ ഇവിടെ നിന്നൊക്കെ നമ്മൾ കാറ് കാണും, ആരെങ്കിലും കൊണ്ടുപോയി കാണും കേട്ടോ. അങ്ങനെ ഇതാണ് മമ്മീൻ്റെ അലമാര. പിന്നെ മേലെന്ന് പറയുന്നത് ഏതൊരു ഗൾഫുകാരനെല്ലായിടത്തും എല്ലാ റാക്കുകളും കാണുന്നതാണ് കർട്ടൻ പെട്ടി. അത് നമ്മളിവിടെ ഉണ്ട്. നമ്മളിവിടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ വണ്ടികളും ഹെൽമെറ്റും എല്ലാ കുട്ടികളുടെ കളിപ്പാടങ്ങളൊക്കെ കുറച്ച് അതിൻ്റെ മേലുണ്ട്. ഇതാണ് ഫ്രിഡ്ജ്. പൂക്കളം നിറഞ്ഞ ഫ്രിഡ്ജ് 3 സ്റ്റാറിലാണ്. അവിടെ കറണ്ട് ബില്ല് കുറച്ച് കൂടുതലായാലുണ്ട് തോന്നുന്നു. ഇതിൻ്റെ മേലയിൽ ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് കുറവാണ്. ഇനി കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നാലും ഐഷ്മ എണീറ്റ് വന്നാലും മോലെ എല്ലാ സാധനങ്ങളും നിൽക്കണം ഇവിടെ. ഇതാണ് മെയിൻ ഏരിയ. ഈ കാണുന്ന ട്രോഫികളൊക്കെ എനിക്കിട്ട് 1-2 ലാസിക്ക് കിട്ടിയാണ്. ബാക്കിയൊക്കെ എൻ്റെ 10th +2 തേടും. പിന്നെ ഞാൻ ഭയങ്കര തിലബയായിരുന്നു. അതിൻ്റെ സെൻറ്ററിൽ കിടക്കണ പാവുണ്ടല്ലോ, അതിൻ്റെ മാർക്കും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിലൊരു പഞ്ഞി ഉണ്ടായിരുന്നു, അതെല്ലാവരും വലിച്ചിട്ട് എന്ത് ചെയ്തു, എൻ്റെ അമ്മടുത്ത്. ഇതാണ് പപ്പാസ് റൂം. പപ്പയുടെ റൂം കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും. ആൻഡ് ഇതിൽ ഭയങ്കര അധികം ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന റൂമാണ്. ഇവിടെ പപ്പൻ്റെ ഡ്രസ്സ് തോറ്റിട്ടുണ്ടാകും. ഇവിടെ നിന്ന് നമുക്ക് പാടവും നമ്മളെ തോട്ടവും നമ്മളെ മറ്റേ കുളവും എല്ലാം കാണാം. പിന്നെ വേണ്ടവർക്ക് പ്ലാസ്റ്റിക്കും കാണാം. അതെല്ലാം കഴിഞ്ഞിട്ടതാണ് ഈ കബോർഡിൽ എൻ്റെ ഡ്രസ്സുകളുണ്ടാവും, ഉമ്മാൻ്റെ ഡ്രസ്സുകളുണ്ടാവും, പുതപ്പുകളുണ്ടാവും, മറ്റെല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഈ കൂളർ വാങ്ങിയിട്ട് ഒരു 6 കൊല്ലമായിക്കണമെങ്കിലും ഇത് നമ്മൾ ഉപയോഗിക്കാറില്ല. ഒരു കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഇപ്പോൾ ഉപയോഗിക്കില്ല.
പിന്നെ തോർത്തൊക്കെ നമ്മൾ ജനലല്ല മറ്റേ ചെയർമാൻ തോരിടുമ്പോഴാണ് ഒരു സമാധാനം. ഇനി ഇത് തുറന്നങ്ങൾ ഞെട്ടും. ഇപ്പാൻ്റെ മൂവ്, ഇപ്പാൻ്റെ ഗുളിക, ഇപ്പാൻ്റെ ഷോക്സ്, മുട്ടിൻ്റെ ഷോക്സ്, കൈയിൻ്റെ ഷോക്സ്, പിന്നെ അല്ലാത്ത വേദന സംഹാരി, അങ്ങനെ എല്ലാ സംഹാരി മിശ്രിതങ്ങളും ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ അപ്പുറത്തുണ്ടാവും. ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാവും, നമ്മൾ ഉപയോഗിക്കലില്ല, കാരണം അതിന് കൂടി കയ്യിടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പപ്പൻ്റെ ബെഡ് എപ്പോഴും മമ്മി ക്ലീൻ ആക്കി ഇടാറുണ്ട്, പപ്പിയും ക്ലീൻ ആക്കി ഇടാറുണ്ട്. ഇനി ഇവിടുത്തെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട്, അത് കണ്ടങ്ങളിൽ നെട്ടും. കണ്ടോ, ദാ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഹിഡൻ സ്പോട്ടാണ്. ഇവിടെയാണ് കർട്ടൻ പെട്ടികൾ ഏറ്റവും കൂടുതലുള്ളത്. കുട്ടികളെ കളിപ്പാട്ടങ്ങൾ, ഷട്ടിൽ ബാറ്റ്, ഫുട്ബോളുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, പില്ലോസ്, പുതിയ വിരുന്നാർ വരുമ്പോഴുള്ള കടക്കൾ, സീഷൻ്റെ ബോക്സ് 2 ഹൂത്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറില്ല, അതിൻ്റെ ഉള്ളിൽ കയറിയ വല്ല പാമ്പും അല്ലെങ്കിൽ അണലിയും ഉണ്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. പിന്നെ ഈ പൂക്കൾ എന്ന് പറഞ്ഞതാണ് നമ്മളെ ബാത്റൂം. ഇത് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, ബാത്റൂമൊക്കെ എന്താ കാണിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി നമ്മൾ മെയിൻ ഏരിയ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ കിച്ചണിക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് എന്താ വെച്ചാൽ, ഞങ്ങളിവിടെ ജനസംഖ്യ കൂടുതൽ. ഞങ്ങൾ ആദ്യം 5 ആൾക്കാരിൽ ഇപ്പോൾ 10-12 ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ചെയറൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും ആഡ് ചെയ്യലോ തുറത്തി. ഇതാണ് നമ്മൾ ഷെൽഫ്. ഇതിൻ്റെ ഒരു ഗ്ലാസും താഴത്തെ ഷെൽഫിൻ്റെ ഗ്ലാസും കുട്ടികൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഗസ്റ്റ് വരുമ്പോൾ മറ്റേ പാത്രങ്ങൾ, കപ്പ്, ജഗ്, ട്രേ എല്ലാതും ഉണ്ടാവും. ഗസ്റ്റ് വരുമ്പോൾ മാത്രമേ നമ്മളും കാണലുള്ളൂ. അതുവരെ മമ്മിയെ സാധനം നമ്മളെ തൊടിപ്പിക്കില്ല. പിന്നെ ഈ കേട് എന്തിനാ വെച്ചാൽ പുതിയൊരു മാസ്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ ഇവിടെ എത്ര റാക്കും ഷെൽഫും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മക്ക് ജനലിൻ്റെ അവിടെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടില്ല, എൻ്റെ അമ്മക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആ കാണാൻ നൈക്കിൻ്റെ ടീഷർട്ട് നിലത്തിടുന്നതിന് ഞങ്ങൾ ടീഷർട്ട് പഴയതാണ്. എൻ്റെ അമ്മ അത് കിച്ചണിൽ ഉപയോഗിക്കും, എന്നിട്ടേ ഉള്ളൂ എൻ്റെ അമ്മ കീറി പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ അമ്മ എന്ത് സാധനവും കളയില്ല. പിന്നെ കിച്ചൻ്റെ റാക്കിൽ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഫുൾ എന്താണ് പാത്രങ്ങളാണ്. നോൺ സ്റ്റിക്ക് ആയിട്ടുണ്ട്, ചെമ്പായിട്ടുണ്ട്, കലായിട്ടുണ്ട്, കുടുക്കലുണ്ട്, പിന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പുണ്ട്, റൈസ് കുക്കറുണ്ട്, അല്ലാത്തതുണ്ട്, എല്ലാം ഉണ്ട്. അവിടെയുണ്ട് കർട്ടൻ പെട്ടി, പിന്നെ ഫെയറി, സ്റ്റിവിയാന, അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട്. ഒന്നിനും ഒരു കുറവില്ല. ഇതാണ് നമ്മളെ സൂപ്പർ മാർക്കറ്റ്, നമ്മളെ സ്റ്റോർ റൂം. ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള സൂപ്പർ മാർക്കറ്റിൽ പണ്ട് കിട്ടിയുന്ന സാധനങ്ങൾ ഇപ്പം കിട്ടില്ലല്ലോ, പക്ഷെ ഇവിടെ കിട്ടും. ഇവിടെ എല്ലാം ഉണ്ട്. കേടുന്ന ഓവനില്ല, അതിൻ്റെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആക്കി അതിനുള്ളിൽ ഈ ബേക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികളെ കാണാതെ എടുത്ത് വെക്കലുണ്ട്. അത്രയും സാധനങ്ങളുണ്ട് ഇവിടെ എല്ലാം എന്താണ് ഉപയോഗിക്കാത്തതിനും. അധിക സാധനങ്ങൾ ഉപയോഗിക്കില്ല. സാധാരണ ഉള്ള നമ്മൾ എന്ത് ചെയ്യും, പലവ്യഞ്ജന ചരക്കുകളുണ്ടല്ലോ, അതൊഴികെ വേറെ ഒന്നും ഉപയോഗിക്കില്ല. കളറിലുള്ള ഈ പെട്ടിയിലൊക്കെ എന്താ പറയുക, അരിപ്പൊടി, ഗോതമ്പ് പൊടി, പിന്നെ ചക്കിലടിയ വെളിച്ചെണ്ണ, കട്ടപ്പെട്ടിൻ്റെ ഉള്ളിൽ ഒരു 100 കണക്കിന് കയ്യിലും എല്ലാം ഉണ്ട്. എന്നാലും എൻ്റെ അമ്മ കിടന്ന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചുരകിയൊരു വയതിലുള്ള സ്ഥലം ഉണ്ടല്ലോ, ഇതാണ് വർക്ക് ഏരിയ എന്ന് പറയുന്നത്. എന്ത് കണ്ടിട്ടാണ് ഇതിന് വർക്ക് ഏരിയ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ഇവിടെ വർക്ക് ഏരിയ കാണില്ല. നമ്മളെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യൽ ഇവിടെയാണെന്നല്ലാതെ വേറെ ഒന്നുമല്ല. അതിൻ്റെ സൈഡിലായിരുന്നു നമ്മൾ ആദ്യം ഓവൻ വെച്ചിരുന്നത്. പിന്നെ ഓവന് കിടന്നപ്പോൾ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് അവിടെ മിക്സിക്ക് നമ്മൾ സ്ഥലം കൊടുത്തു. ഇവിടുന്ന് നോക്കിയാലും എല്ലാ വ്യൂസും കിട്ടും. നമ്മുടെ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുക, എല്ലായിടത്തും ഭയങ്കര പച്ചപ്പാണ്. കാരണം നമ്മൾ തോട്ടത്തിനുള്ളിലാണ് നമ്മളെ വീട്, സോ എല്ലാം കാണും. ഇപ്പം ഇതാ നമ്മൾ ലിവിങ് ഏരിയയിൽ എടുക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ ചിരിച്ചൊരു ഫേസിന് എടുത്തൊന്ന് എൻ്റെ മറ്റേ വീഡിയോ മില്യൺ അടിക്കുന്നത്. ഇതെങ്ങനെ മില്യൺ അടിച്ചില്ല ആ പാപ്പനെ കാണിച്ചു കൊടുക്കും. ഈ കബോർഡിനൊരു 10-15-20 വർഷത്തെ പഴക്കമുണ്ടാവും. ഇതിൽ പണ്ടത്തെ നമ്മൾ പ്ലാസ്റ്റിക് ഫ്ലവറും പണ്ടത്തെ ജഗ്ഗും പിന്നെ കുറേ ഗ്ലാസും എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. ഗ്ലാസ്, പ്ലേറ്റ്, ഇതൊക്കെ ആദ്യം ഇവിടെയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ബുദ്ധിക്ക് അത് മാറ്റിയതാണ്. ഇവിടുന്ന് പറഞ്ഞത് ഓഫീസ് റൂമിലാണ് ഈ സാധനങ്ങൾ വെക്കേണ്ടത്, ആൾക്കാർ വരുമ്പോൾ കാണട്ടെ എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ കൺസെപ്റ്റ് അതല്ലാത്തതുകൊണ്ട് മാറി. പിന്നെ എൻ്റെ ട്രൈപ്പോഡും പലവിധ മുസാഫുകളും, പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു മറ്റേ ഫ്ലവർ ബോട്ട് അവിടെ ഉണ്ട്. പിന്നെ മമ്മിൻ്റെ നിസ്കാര കുപ്പായം അവിടെ ഉണ്ട്. ഇനി മമ്മിനോട് പറയേണ്ടത് മേലത്തെ കാണിച്ചു കൊടുക്കണ്ടെന്ന്. അപ്പം തന്നെ ഞാനത് കാണിച്ചു. അവിടെ നമ്മൾ പണ്ടത്തെ കാറുണ്ടായിരുന്നു, ആ കാറിൻ്റെ സൗണ്ട് ബോക്സ് JBL കുട്ടികൾ കളിച്ച് തകർക്കണോട്ട് അതിൻ്റെ എന്താണ് നമ്മൾ സോഫൻ്റെ പില്ലോസ്, ലാസിൻ്റെ യാഷിൻ്റെയും സൈക്കിളിൻ്റെ പമ്പ്, പിന്നെ ഇൻവേർട്ടർ ആദ്യം വെച്ചതേ ഇവിടെയാണ്, പിന്നെ അവിടുന്ന് മാറ്റിയില്ല. പിന്നെ നമ്മളിവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറയുക, എല്ലാ കൊല്ലം എന്ത് ചെയ്യും, ഒരു 4-5 2025 ആണ് 25-ന് 4-5 കലണ്ടർ വെക്കും. എല്ലാത്തിലും ഒന്നാ കാണിക്കണം. പക്ഷേ എൻ്റെ അമ്മക്ക് അതൊന്നും മാറ്റണം. ഇനി ഈ പോകുന്ന ഏരിയയാണ് നമ്മളെ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പുതിയ ചെരുപ്പുകളൊക്കെ വെക്കലുണ്ട്, എന്താണെന്നറിയില്ല, ഇപ്പോൾ ചെരുപ്പുകൾ കാണാനല്ല. ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഷീറ്റാണ്, നമ്മളെ റബ്ബർ ഷീറ്റ്. സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമ്പോൾ ഞാനൊക്കെ ഞാൻ ഇപ്പോൾ എൻ്റെ ഏട്ടന്മാരൊക്കെ പണ്ടെടുത്തിട്ട് ഇതിന് രണ്ടെണ്ണം വിൽക്കാറാണ് പതിവ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓല മാറ്റി ഞാനത് തുടങ്ങി. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ പുതിയ ചെരുപ്പുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണും. ഇത് കുട്ടികളതും ഫിദൻ്റെ അമ്മച്ചിൻ്റെ ഒക്കെ ചെരുപ്പാണ്. പിന്നെ ഈ കാണുന്ന നമ്മളെ ചെയറും സ്റ്റൂളൊക്കെ നമ്മൾ ഉപയോഗിക്കലുള്ളത്
ജനസംഖ്യ കൂടുന്ന ആൾക്കാർ വരുമല്ലോ വീട്ടിലേക്ക്, അപ്പോൾ ഓൽക്ക് ഇട്ടെടുക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഞങ്ങളോടൊക്കെ നിലത്തിരിക്കാനാണ് നമ്മൾ പറയല്. പിന്നെ ഇതാണ് ഹാള്. ഈ കാണുന്നതാണ് ഫിദൻ്റെ റൂം, ഫിദൻ്റെ നിഹാലിൻ്റെ റൂം. ഓൾത് കുറച്ച് മറ്റേ ഇതിൽ പറയില്ലേ, ഇത് മറ്റേ ഫിലിമിൽ അറിയില്ലേ, അനിയൻ്റെ പേര് കുറച്ച് ഫാഷൻ അറിയില്ല, അതേമാതിരി ഫിദൻ്റെ റൂം കുറച്ച് ഫാഷനാണ്. ബിക്കോസ് ഓലാണ് ലാസ്റ്റ് ഇവിടെ കല്യാണം കഴിഞ്ഞല്ലോ, ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ലല്ലോ. പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞതിൻ്റെ ട്രോഫിയാണ് അവിടെ കിടക്കുന്നത്, അത് വേറെ കാര്യം. പിന്നെ ഓല റാക്കിൽ സാധനങ്ങൾ കുറവാണ്, 1-2 ട്രോളിയൊക്കെ വേറൊന്നും ഓല റാക്കിൽ ഉണ്ടാവാറില്ല. പിന്നെ കബോർഡിൽ ഇരിക്കേണ്ട സാധനങ്ങളൊക്കെ ഓൾ നിറക്കലുണ്ട്. പിന്നെ ഞഞ്ഞോളെ കബോർഡ് കാണിക്കില്ല, ബിക്കോസ് അതിൽ നിറച്ച് സാധനങ്ങളാണ്. പിന്നെ ഓരോ മുന്നിൽ തന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, വേണ്ടവർക്ക് വേസ്റ്റ് അതിലിടാം. ഇതാണ് നമ്മൾ ബാത്റൂം എന്ന് പറയുന്നത്. ബാത്റൂമിൻ്റെ ടൂർ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി ഈ റൂം പറയുന്നത് സീബാൻ്റെയും നിയാസ്കാക്കിൻ്റെ റൂമാണ്. ഇതിൽ മുട്ടിയിട്ട് വേണം കയറാം, ബിക്കോസ് സേബേൻ്റെ ഉള്ളിലുണ്ട്, ഓൾ കുറ്റിട്ട് കാണും. അങ്ങനെ നമ്മൾ കയറിയപ്പോൾ സേബ് ഇരുന്ന് പഠിക്കുകയാണ്. സേബ് കൽക്കുഷ്കമായ പഠിത്തത്തിലാണ്, അപ്പോൾ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. ഓള് സ്റ്റോറേജ് സ്പേസിൻ്റെ മീഷോൻ്റെ ആളാണ്. ഓളെ റൂമിൽ നമുക്ക് ഓളെ കുട്ടികളെക്കാട്ടിലും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീഷോൻ്റെ സാധനങ്ങൾ കാണാൻ പറ്റും. ഇതാണ് ഓലെ റൂം. ഇതാണ് ഞങ്ങൾ വീട്ടിലത്തെ ആദ്യത്തെ മണിയറ. ഇതിൻ്റെ മീപ്പിങ് കല്യാണം കഴിഞ്ഞ സമയത്ത് തറവാട്ടിലും, പിന്നെ ബല കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ മണിയറ ഉണ്ടായിരിക്കണം. ഈ മണിയറയാണ് ആ മണിയറ, അല്ല ആ മണിയറയാണ് ഈ മണിയറ. എനിവേ നിയാസ്കാക്കും ഈ റൂമിലായതുകൊണ്ട് തന്നെ കട്ടമ്പടികളുടെ എണ്ണം ഈ റൂമിൽ കുറച്ച് കൂടുതലാണ്. പിന്നെ നമ്മൾ ട്രോളികളും സേബാന കല്യാണ ചെരുപ്പും നിയാസ്കാക്കിൻ്റെ നിക്കാഹ് ഷൂവും പിന്നെ കുട്ടികളുടെ സാധനങ്ങളും കുട്ടികൾ ജനിച്ചപ്പെട്ട ഡ്രസ്സുകളും ഇപ്പോൾ ഇടുന്ന ഡ്രസ്സൊക്കെ ഇതാ കട്ടമ്പട്ടിലുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, മീഷോൻ്റെ ആളാണ്. മീഷോന്ന് സാധനങ്ങൾ വരുന്നു എന്നിട്ട് അതിവിടെ ഓർഗനൈസ് ചെയ്യുന്നു. ഇതാണ് അവളെ മെയിൻ പരിപാടി. താഴത്തേക്ക് മീഷോക്ക് പറ്റിയ സാധനം കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു, പക്ഷേ താഴത്തോണ്ട് കേട്ടോ എല്ലായിടത്തും ഈ റൂമിൽ എവിടെ നോക്കിയാലും ഒരു മീഷോ അത് നിർബന്ധമാണ്. ഇത് വോളിബോളാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇത് പറയുന്നത് നമ്മളെ റൂം ഫ്രഷ്നറാണ്. ഈ റൂം ഫ്രഷ്നർ ലിങ്ക് വേണ്ടത് എന്ത് ചെയ്യുക, ലിങ്ക് ചോദിച്ചിട്ട് കാര്യമില്ല, ബിക്കോസ് ഇത് നമ്മൾ കേക്ക് തലക്കുന്ന വാങ്ങിയതാണ് സേവ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള എന്ത് കാണിച്ചു തരാം, ഞാൻ ബാത്റൂം കാണിച്ചു തരാം. ഈ ബാത്റൂമിൽ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല. ബോഡി വാഷ്, ബോഡി സ്ക്രബ്ബർ, ഷാമ്പു, കണ്ടീഷണർ, സ്ക്രബ്ബർ, ഫേസ് വാഷ്, ഫേസ് സെറം, ഫേസ് ക്രീം, അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ സ്ക്രബ്ബർ എന്തുണ്ടായിട്ട് എന്താ കാര്യം, ഇവിടെ ഈ സാധനമല്ല അതോളം മീഷോന്ന് വാങ്ങിയിരിക്കുന്നത്. ഓളോളെ മാപ്പിള നിയാസ്കാക്ക് വരാൻ വെയിറ്റ് ചെയ്യുന്നു. ആ സാധനം എന്ത് ചെയ്യാം, ഫിറ്റ് ചെയ്യാം. അത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇവിടെ ഉള്ള ഓയിൽ എല്ലാം ഉണ്ടാവും. ഇമ്മ ഇപ്പ കുട്ടികൾ, വല്യമ്മ വല്യപ്പം, ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളാണ് എല്ലാവർക്കുള്ള സാധനവും ഈ ഒരൊറ്റ ബാത്റൂമിലുണ്ട്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ പ്രകൃതി രമണീയത്തിൻ്റെ രമണീയമായ നമ്മളെ സിറ്റ് ഔട്ടാണ്. ഭയങ്കര വ്യൂ ആണ്. നമ്മൾ തരിശുള്ള കുമ്മമല പൊട്ടി ആദ്യം നമുക്ക് കാണാൻ പറ്റും, കാരണം നേരെ കുമ്മമല നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മൾ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇവിടുന്ന് നോക്കിയാൽ എല്ലാം കാണാം. ഇത് ഞങ്ങൾ വളർത്തിയതല്ല, ഇത് സ്വമേധയാ വളർന്നതാണ്. അതുകൊണ്ട് നമ്മളതിന് വെള്ളമോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം താഴത്ത് പോകാൻ മടിയില്ലോ എന്ത് ചെയ്യും, ഇവിടെയാണ് മുട്ടായിൻ്റെ കവറും ചെറിയ ചെറിയ വേസ്റ്റുകളൊക്കെ നമ്മൾ ഇവിടെ ഇടലുണ്ട്. പക്ഷെ മമ്മി അത് കാണില്ല. ഈ ടൂർ കഴിയുമ്പോഴത്തേനും മമ്മി ഞങ്ങളെ മേത്ത് പൊട്ടിക്കും, കാരണം ഈ ടൂറിലൂടെ മമ്മി ആ രഹസ്യം മറിയുകയാണ്. പിന്നെ കാക്കു വന്നിട്ട് കാക്കുവിനെ തിരിച്ചു കൊണ്ടുള്ള പെട്ടിയാണത്, അതുകൊണ്ട് അതന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ മറക്കണ്ട, പോകുമ്പോൾ പെട്ടിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചിക്കണം. ഇതാണ് എൻ്റെ റൂം. ഇപ്പം നിങ്ങൾക്ക് ഇതൊരു ലോക്കൽ റൂമായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ 2 ആഴ്ചക്കുള്ളിൽ ഞാനൊരു മേക്ക് ഓവർ വീഡിയോ ആയിട്ട് വന്നിരിക്കും. ഞാൻ ഇതാകെ ടോട്ടലി ഞാൻ അതൊന്ന് മാറ്റാൻ വിചാരിച്ചിരിക്കുന്നത്. അതുവരെ ഓലെ വേസ്റ്റ് റൂം ഇതാണ് ഗൈസ്. ഓലെ കുട്ടികളെ സാധനങ്ങൾ, ഓലെ മറ്റേ ഡ്രസ്സ് ഉണങ്ങാത്തത്, എൻ്റെ അമ്മ ഇവിടെ അയലൊക്കെ കെട്ടലുണ്ട്, എന്ത് ഡ്രസ്സ് ഉണങ്ങാത്തത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മറ്റേ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ടേബിൾ ഫാനാണ്. ആ ടേബിളിൻ്റെ ഫാനിൻ്റെ ബാക്കിൽ എന്തിൻ്റെ ഒരു കർട്ടനല്ല തോർത്തുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ കാർ വാഷറാണ്. 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഈ സാധനം ഇവിടെ വെച്ചിട്ട്. ഇതാ കൊണ്ട് ആരും ഇതുവരെ കാർ വാഷിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ആ റോഡിലൂടെ പോണത് ഏത് വണ്ടിയാണ്, ആരൊക്കെ പോണത്, എന്തിനൊക്കെ പോണത്, അങ്ങനെ എല്ലാ സൂക്ഷ്മദർശിനിയായിട്ട് നമുക്ക് ഇവിടുന്ന് കാണും. അതുകൊണ്ടാണ് എനിക്ക് ഈ റൂം അത്ര ഇഷ്ടം. പണ്ട് ഇതിലിൻ്റെ പെന്നും കടലാസും അതൊക്കെ കടന്നു കൊടുത്തു. ഇപ്പോൾ കുട്ടികൾ കളിപ്പാട്ടങ്ങളാണ്. കുട്ടികൾ വന്നോടെ നമ്മൾ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ടോട്ടലി ചേഞ്ചായി. ഇതിൻ്റെ റാക്കിലുണ്ട് കുട്ടികളുടെ കളിപ്പാട്ടും കടക്കയും മറ്റും. ഈ കടക്കും നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ, ഒള്ളി വെക്കൽ, ആ വെക്കലിന് മാത്രമാണുള്ളത്. ഇനി നമ്മൾ പോകണമെന്ന് പറയുന്നത് നമ്മൾ ഹാളിലുള്ള ടോയ്ലറ്റാണ്. ഇത് പൊതുവെ യൂസ് ചെയ്യൽ ഫിദിയിട്ടുമാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു കല്ലുണ്ട്. ഇവരും മീഷോ അഡിക്റ്റഡ് ആണ്. എല്ലാവരും ഇവിടെ മീഷോ ആണ്. മീഷോയിലില്ലാത്ത സാധനങ്ങളില്ല ഇവിടെ. ഇതെന്ത് ചെയ്യും, ഒരു പെട്ടിക്കൂടാണ്. ഇതിൽ ശ്വാസം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ അംബുജത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓളെ ഷാമ്പു കണ്ടീഷണറും വെറുതെ എടുത്ത് കളയണോട്ട് ഓളത് അത് പെനോയിലാണ് ഡെറ്റോളാണെന്ന് പറഞ്ഞ് കുട്ടീനെ പറ്റിച്ച് കാണാൻ. മറിയത്തിൻ്റെ കണ്ടില്ല അവിടെ റിബൺ ഇട്ടുക്കണു, അതിൽ നിറച്ച് എന്തിൻ്റെ ഓയിലുണ്ട്. ഓളെ ബുദ്ധികൾ മനസ്സിലാക്കണം. ആൻഡ് ദിസ് ഈസ്
ദ ലാസ്റ്റ് പോർഷൻ അല്ലെങ്കിൽ പാർട്ട് ഓഫ് അവർ ഹോം അറിയുന്നത്. ഇതിനെന്താ വിളിക്കാമെന്ന് എനിക്കറിയില്ല. ഇവിടെയാണ് നമ്മളെ വീട്ടിലുള്ള ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും പഴയ എല്ലാ സാമഗ്രികളും, അതായത് ഇപ്പം നമ്മൾ അക്വേറിയം പഴയതുണ്ട്, അതേപോലെ ചെയറിൻ്റെ ബാക്കി പാർട്സുകൾ. പിന്നെ ഈ കബോർഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ വീട് തുടങ്ങിയപ്പോൾ നമ്മളപ്പോഴുള്ള ഫസ്റ്റത്തെ നമ്മൾ കബോർഡാണ്. ഇത് പറ്റായിട്ടുണ്ട്. ഇതിൽ ഞാൻ നിയാസ്കാക്കും നിഹാൽ ജനിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സും, ഞങ്ങൾ അന്നത്തെ കളിപ്പാട്ടങ്ങളും, ഞങ്ങൾ അന്നത്തെ ബുക്കും, നിയാസ്കാക്ക് കോളേജിൽ പോയിട്ടുള്ള ജീൻസും, ഞാൻ സ്കൂളിൽ പോയിട്ടുള്ള ഉടുപ്പും, നിഹാലിൻ്റെ ട്രൗസറുകളും, നിഹാലിൻ്റെ ടീഷർട്ടുകളും, പിന്നെ ഞങ്ങൾ ആദ്യത്തെ വണ്ടിയില്ലേ അൾട്ടോ, അതിൻ്റെ കർട്ടനും ടർക്കിയും എല്ലാം ഉണ്ട്. പിന്നെ നിയാസ്കാക്കുവിൻ്റെ കോളേജിലത്തെ ബുക്ക്, എൻ്റെ കോളേജിലത്തെ ബുക്ക്, നിഹാലിൻ്റെ ബുക്ക്, അങ്ങനെ എല്ലാം ഉണ്ട്. മേലെ പിന്നെ ഷീറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് പണ്ട് നിയാസ്കാക്കും നിഹാലൊക്കെ സ്റ്റിക്കറുകൾ ഓരോന്ന് കൊടുത്തിട്ട് ഒട്ടിച്ചിരുന്നു. ഭയങ്കര നൊസ്റ്റാളജിക്കൽ ഇലാസ്റ്റിക് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാനത് കുറച്ചേരം നോക്കി നിന്നു. പിന്നെ കണ്ടില്ലേ, മഴയായാൽ ഇവിടെ ഡ്രസ്സ് നിറച്ചകരം. പിന്നെ കർട്ടൻ പെട്ടികൾ, നമ്മളെ വാഷിംഗ് മെഷീൻ്റെ, എല്ലാ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ, കുട്ടികളുടെ കാർഡിൻ്റെ, എല്ലാത്തിൻ്റെ. പിന്നെ അതാ ആ ഷീറ്റ് ഇട്ടിക്കണതിൻ്റെ താഴത്ത് നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി തടിയിറക്കാൻ വേണ്ടി വാങ്ങിയ മെഷീനാണ്. അത് നമ്മൾ ഉപയോഗിക്കാറില്ല. പിന്നെ കുട്ടികൾക്ക് എല്ലാ ബർത്ത്ഡേക്കും അല്ലാത്തതൊക്കെ ഗിഫ്റ്റുകൾ കിട്ടുന്നതും കൊണ്ടുവന്നതിന് എല്ലാ സാധനങ്ങളും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും എൻ്റെ അമ്മയും എൻ്റെ നാത്തുമാരും കളയില്ല. അത്ര അടിപൊളിയാണ് നമ്മളെ വീട്ടിലെ എല്ലാ സാധനവും ഉണ്ടാവും. ആ കണ്ണോടത്താണ് എൻ്റെ അമ്മ തിരുമ്പാറുള്ളത്. അത് വേറെ കാര്യം. കണ്ടോ, ഇവിടെ നിന്നൊക്കെ ഭയങ്കര വ്യൂ ആണ്. ഇവിടെ നമ്മൾ ഇരുന്ന് പോവും. കുറച്ച് കൊതുകടി ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം അടിപൊളിയാണ്. എല്ലാ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.